പ്രിയപ്പെട്ട കൂട്ടുകാരെ, UPC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി ക്ലിയർ ചെയ്ത് IAS IPS ആവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പ്രായപരിധിയാണ്. 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആസ്പിരൻസിന് ഈ എക്സാം എഴുതാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ ജനറൽ കാറ്റഗറി ആസ്പിരൻസിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 32 വയസ്സാണ്. അതിനുള്ളിൽ 6 അറ്റംപ്റ്റ് വരെ ജനറൽ കാറ്റഗറി ആസ്പിരൻസിനുണ്ട്. OBC ആണെങ്കിൽ OBC കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സ് വരെ ഈ എക്സാം എഴുതാം. 9 അറ്റംപ്റ്റ് ആണുള്ളത്. അതുപോലെ SC ST ആണെങ്കിൽ 37 വയസ്സ് വരെ എഴുതാം. അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ് 37 വയസ്സ് വരെ. അതുപോലെ തന്നെ പല കാറ്റഗറിയിലും ഏജ് റിലാക്സേഷൻസ് UPC കൊടുക്കുന്നുണ്ട്. ചില കാറ്റഗറിയിലെ ആസ്പിരൻസിന് 45 വയസ്സ് വരെ ഈ എക്സാം എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ, ഇതിൻ്റെ എലിജിബിലിറ്റിയാണ്. നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആവാം, ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ആവാം, എനി ഗ്രാജുവേഷൻ, എനി ഡിഗ്രിയാണ് ഇവിടെ ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അത് സയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർട്സ് സബ്ജക്റ്റ് ആയിക്കോട്ടെ, എനി ഡിഗ്രി, എനി ഗ്രാജുവേഷനാണ് ഇവിടെ ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അത് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്ത ഡിഗ്രി ആവാം, അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്ത ഡിഗ്രി ആവാം. അംഗീകാരമുള്ള ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തതോ റെഗുലറായിട്ട് ചെയ്തതോ ആയിട്ടുള്ള ഡിഗ്രി, വെറും ഡിഗ്രി മാത്രം മതി ഈ എക്സാം എഴുതാനായിട്ട്. ഇതിൻ്റെ ഫീസ് വെറും 100 രൂപയാണ്. അത് ലേഡീസിന് ഫീസിൽ എക്സംഷനും ഉണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത് ഈ എക്സാമിനേഷന് എങ്ങനെ ഭംഗിയായിട്ട് തയ്യാറെടുക്കാം എന്നുള്ളതാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ എക്സാമിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ഈ എക്സാമിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിന് വ്യക്തമായ ഒരു സിലബസ് ഉണ്ട്. ഇതിൻ്റെ ആദ്യത്തെ റൗണ്ടായിട്ടുള്ള പ്രിലിമിനറി എക്സാമിനേഷന് വ്യക്തമായ ഒരു സിലബസ് ഉണ്ട്. സെക്കൻഡ് റൗണ്ടായിട്ടുള്ള മെയിൻസിന് വ്യക്തമായ ഒരു സിലബസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിലിംസ്, മെയിൻസ് സിലബസ് മനസ്സിലാക്കി എക്സാമിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. സിലബസ് ഡീകോഡ് ചെയ്യുക. സിലബസ് നന്നായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ ഒരു 5-10 വർഷത്തെ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയാൽ തീർച്ചയായിട്ടും എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഏത് ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ആസ്പിരൻസിനും, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്സ് ആയിക്കോട്ടെ, മെഡിസിൻ ബാക്ക്ഗ്രൗണ്ട്സ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, ഏത് ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള സ്റ്റുഡൻസിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, തയ്യാറെടുക്കാൻ പറ്റുന്ന, ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം എന്നുള്ളത്. അതിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഈ പ്രിപ്പറേഷനിൽ പാഷനേറ്റ് ആവുക, നിങ്ങൾ കൺസിസ്റ്റൻസിയോട് കൂടി ഈ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ UPC പ്രിപ്പറേഷൻ, സിവിൽ സർവീസ് പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. പിന്നെ വ്യക്തമായ കൃത്യമായ ഗൈഡൻസ് ഉണ്ടാവുക. വേണ്ടത് മാത്രം പ്രിപ്പയർ ചെയ്യുക, വേണ്ടാത്തത് അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പഠിച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ്, പ്രിലിംസിൻ്റെ പ്രാക്ടീസും മെയിൻസിൻ്റെ പ്രാക്ടീസും, മെയിൻസിൽ ആൻസേഴ്സ് എഴുതി അത് ആൻസേഴ്സ് ഫീഡ്ബാക്ക് എടുത്ത് അതിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഇമ്പ്രൂവൈസ് ചെയ്ത് അത് സ്ട്രക്ചർ വൈസ്, പ്രസൻറ്റേഷൻ കണ്ടൻറ്റ് വൈസ് ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെ വ്യക്തമായ ഗൈഡൻസോടുകൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം എന്നുള്ളത്. ഗാലന്റ് IASൻ്റെ കോഴ്സസിനെ കുറിച്ച്, സിവിൽ സർവീസ് കോഴ്സസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് ഓഫീസിൽ ബന്ധപ്പെടാം. തന്നിരിക്കുന്ന ഫോൺ നമ്പേഴ്സ് അല്ലെങ്കിൽ വാട്സപ്പ് ഡീറ്റെയിൽസ്, വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലൂടെയോ നിങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടാം. കൂടുതൽ ഡീറ്റെയിൽസ് നേരിട്ടറിയാം. താങ്ക്